ലക്ഷദ്വീപിലെ ട്രഡീഷണൽ ഫുഡാണ് കലാഞ്ചിയും പാലും. അത് മെയിനായിട്ട് ലക്ഷദ്വീപിലും ആന്ധ്രാദ്വീപിലാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ലക്ഷദ്വീപിൽ മൊത്തത്തിലുള്ള ഏകദേശം എല്ലാ നാട്ടിലും ഇത് ഉണ്ടാക്കി വരുന്നുണ്ട്. അതുപോലെ മാത്രമല്ല, ലക്ഷദ്വീപിൽ കല്യാണത്തിലെ പുതിയാപ്പിളയ്ക്ക് മധുരത്തിനായി ആദ്യം കൊടുക്കുന്നത് ഈ കലാഞ്ചിയും പാലും. അതുപോലെ മെയിൻലാൻഡിലോ മറ്റ് ദ്വീപുകളിൽ നിന്നും വരുന്ന വിരുന്നുകാർക്കും വിഭവം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കലാഞ്ചിയും പാലും ഉണ്ടാക്കുന്ന രീതി: ഇത് പച്ചരി ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് 1 മണിക്കൂർ കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ചിട്ട് അത് അരക്കുന്ന സമയത്തിൽ ഒരു ഗ്ലാസ്സിൽ 3 മുട്ട ഇതിൽ അരക്കേണ്ട സമയത്ത് ഇടണം. ഇത് അരക്കാൻ എടുക്കുന്നതാണ് കുതിർത്ത അരിയെ. എന്നിട്ട് ഇതിൽ 3 മുട്ട ഒഴിക്കണം. മുട്ട ഒഴിച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ അരച്ചെടുക്കണം. ഇത് തേൻ പോലെ നല്ല നീർമയായിട്ട് അരച്ചെടുക്കണം. ഇത് നീർമയായിട്ട് അരച്ചെടുത്തിട്ട് ഇനി അരിപ്പ വെച്ച് അരിച്ചെടുക്കണത്. ഇതാണ് അരച്ചെടുത്ത മാവ്. ഇത്രയൊക്കെ നേർമയായിരിക്കണം അരച്ചെടുക്കുമ്പോൾ. എന്നിട്ട് ഈ മാവ് ഈ തവിയിൽ ഒഴിച്ച് ഇങ്ങനെ ചുറ്റിയെടുക്കണം. എന്നിട്ട് സ്റ്റൗവിൽ വെച്ച് എന്നിട്ട് ഇതിങ്ങനെ പൊന്തി വന്നാൽ ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം. മാറ്റിയെടുത്ത് ഇതിനെ പോലെ വച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡ് മടക്കി അങ്ങനെ മടക്കിയിട്ട് എടുത്ത് പാത്രത്തിൽ വെക്കണം. കിലാഞ്ഞുടി കൊമ്പാണ് ഈ തേങ്ങ ചിരച്ചെടുത്ത് അത് പാല് പിഴിഞ്ഞെടുക്കുക. ഇത് മുൻപ് പാലായിരിക്കണം, നല്ല കട്ടിയുള്ള പാലായിരിക്കണം. ഈ പാലിൽ പഞ്ചസാര കലക്കി കലക്കിയിട്ട് അതിൽ മൈസൂർക്കായ ഇങ്ങനെ നേർമയായിട്ട് അരിഞ്ഞ് പഞ്ചസാരയും കൂട്ടി കലർത്തിയിട്ട് ഇത് കലാഞ്ചിയുടെ മുളക് വീഴ്ത്തി കഴിച്ചാൽ നല്ല രസമായിരിക്കും. കലാഞ്ചിയും പാലും ലക്ഷദ്വീപിൽ മാത്രം കണ്ടുവരുന്ന ഒരു വിഭവമാണ്. പ്രത്യേകിച്ച് അന്യദേശത്ത് വരുന്ന വിരുന്നുകാർക്ക് കഴിക്കാൻ കൊടുക്കുന്നതാണ്. അതുമാത്രമല്ല, ലക്ഷദ്വീപിലെ പുതിയാപ്പിള കല്യാണ വീട്ടിൽ പുതിയാപ്പിളക്ക് മധുരമായിട്ട് കൊടുക്കുന്ന ഒരു പലഹാരം കൂടിയാണ് ഇത്. എൻ്റെ പേര് റഹ്മത്ത്. കവർത്തി സ്വദേശം ലക്ഷദ്വീപ്. ഇതുപോലെ ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയ വിഭവം നിങ്ങളും പരീക്ഷിച്ച് നോക്കി എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് ഒന്ന് അറിയിക്കണേ.